അപ്പോ ഈ ഒരു ഹാപ്ലോടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കേരളത്തിൽ കാണുന്ന ജനങ്ങൾ എന്ന് പറയുന്നതിൽ കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുന്നത് നടന്നിട്ടുള്ള ഒന്നാണ് നമ്മൾ ഈ കാണുന്ന സമൂഹം. അല്ലാതെ ആരെങ്കിലും ശുദ്ധരാണോ, ഞങ്ങൾ നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത പ്യൂരിറ്റി എന്നൊക്കെ ചിലർ പറയാറുണ്ട്, വംശശുദ്ധി ഉഡായിപ്പാണ്. അപ്പോ കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ മറുപടിയുള്ളൂ. കേരള മക്കളെന്ന് പറയുന്നത് പറയി അല്ലെങ്കിൽ പുലയി പെറ്റ മക്കളാണ്. അതൊരു കവിഭാവനയല്ല. ജനിതക പഠനങ്ങൾ എന്ന് പറയുന്നത് കാണിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും DNA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പഴയ കാലത്തെ എല്ലാ കൊടുക്കൽ വാങ്ങലുകളും അതിനകത്ത് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിലെ ഗോത്രവർഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ മറ്റുള്ളവർ ഇങ്ങോട്ട് വന്നു കയറിയപ്പോൾ അവർക്ക് ഭക്ഷണവും പാർപ്പിടവും കൊടുത്തതാരാണ്? പുലയരാണ്. പുലയൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? പുലർത്തുന്നവൻ, കൃഷി ചെയ്തവൻ. അവരെന്ത് ചെയ്തു? ഭക്ഷണവും പാർപ്പിടവും കൊടുത്തു. നമ്മൾ ഈ പറയുന്ന ചാത്തൻ സാവിത്രി സംഗമങ്ങൾ എന്ന് പറയുന്നത് അതും കവിഭാവനയൊന്നുമല്ല, നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ജനിതക സവിശേഷതകളും പേറിയിട്ടാണ് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്. അപ്പോ സിനിമാ പാട്ടുണ്ട്, ആരാരുടെ മാറിലൊതുങ്ങി അറിയില്ലല്ലോ. സിനിമാ പാട്ടിൽ അങ്ങനെ എഴുതാം. പക്ഷെ സയൻസിന്റെ മുമ്പിൽ ആരാരുടെ മാറിലൊതുങ്ങി ആരാരുടെ കൂടെ പോയി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലെറ്റ് എവിഡൻസ് ലീഡ്, തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പൻ കോളേജിലെ അവിടുത്തെ കുട്ടികൾ ഇറക്കിയ ഒരു മാഗസിൻ, അതിനെ കുറച്ച് പേര് കത്തിച്ചു കഴിഞ്ഞപ്പോൾ DC ബുക്സ് അതിനെ പുസ്തക രൂപത്തിൽ ഇറക്കി. അവർ ചോദിച്ചു, ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ളവർ കഴിവിലേറ്റപ്പെട്ടവരാണ്, പിന്നെ അതെങ്ങനെയാണ് തെറിയായത്? അമ്പലങ്ങളിൽ കൂത്ത് നടത്താൻ വിധിക്കപ്പെട്ട സ്ത്രീകൾ, പുരുഷന്റെ നയനസുഖത എന്തുവായിക്കോട്ടെ, കൂത്ത് നടത്താൻ വിധിക്കപ്പെട്ട അച്ചികൾ, കൂത്ത് അച്ചി, അതെങ്ങനെയാണ് തെറിയായത്? അതുപോലെ മലയാള സിനിമയിൽ നായകൻ പറയും, എടാ തേർഡ് റേറ്റ് ചെറ്റെ, ദാരിദ്ര്യത്തിന്റെ പ്രതീകമായ ചെറ്റ എന്ന് തൊട്ടാണ് തെറിയായത്. അതുപോലെ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വന്നു കയറിയപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത അവരെ പുലർത്തിയ പുലയന്റെ മകൻ, അത് എന്നു തൊട്ടാണ് തെറിയായത്? നമ്മൾ ഈ പറയുന്ന പലരെയും ജാതി പറഞ്ഞൊക്കെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഹോദരങ്ങളെ തന്നെയാണ് നമ്മൾ ഈ ആക്ഷേപിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയാണ് നമ്മൾ ഈ ജാതിയിലൂടെ നമ്മൾ ആക്ഷേപിക്കുന്നത്. പറയിപ്പറ്റ പന്തിരുകുലം, ഈ 12 വിഭാഗങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട്. ചോദ്യം, എന്നാണ് ജൂതരുണ്ടായത്? എന്നാണ് ക്രിസ്ത്യാനി ഉണ്ടായത്? എന്നാണ് മുസ്ലിം ഉണ്ടായത്? എന്നാണ് ഈ നായരും ഈഴവനൊക്കെ ഉണ്ടായത്? ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി. അന്ന് ഭാഷയൊന്നും ഇല്ലായിരുന്നു. പിന്നീട് മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഷയൊക്കെ കണ്ടുപിടിച്ച് ഈ ഒരു പരിഷ്കൃത മനുഷ്യരിലേക്കുള്ള പോക്കിനിടയിലാണ് നമുക്ക് ജാതിയും മതങ്ങളും ഒക്കെ ഉണ്ടായത്. അതിനു മുമ്പുള്ള മനുഷ്യർക്ക് ഇത്തരം ബന്ധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ തമ്മിൽ കലർന്നു. ആ കലർപ്പിന്റെ സന്തതികളാണ് കേരള മക്കൾ എന്ന് പറയുന്നത്. ഈ ഒരു പഠനം കേരളത്തിൽ നടത്തിയിട്ട് അതൊരു ലേഖനമാക്കി ശ്രീ എതിരൻ കതിരവൻ അദ്ദേഹം എഴുതിയപ്പോൾ ഒരു ആഴ്ചപ്പതിപ്പും ഒരു പത്രമാധ്യമവും അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. കാരണം ഇവരുടെയൊക്കെ മുഖത്തേറ്റ ഒരു അടിയായിരുന്നു അത്. കേരള ജനത എന്ന് പറയുന്നത് സങ്കരമാണ്. ഈ പറയുന്ന വംശശുദ്ധി എന്ന് പറയുന്നത് ആർക്കുമില്ല. പഴയ കാലത്തെ സകല കൊടുക്കൽ വാങ്ങലുകളും നമ്മുടെ ഓരോരുത്തരുടെ